എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ എന്റെ ഒരു കൈ എവിടെയുടെ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. ഇത് ഏത് ഭാഷയുടെ ഇത്? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിലെ കുറ്റിക്കക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എറിയാട് 63 പ്രസിഡന്റ് പി ശാഖയുടെ പോഷക സംഘടനയായ ഗുരുപ്രഭ കുടുംബ യൂണിറ്റിന്റെ ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ആയോത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ പ്രകാശ് അവതരിപ്പിക്കുന്നു. അതായത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട പ്രഭാഷകൻ, നമ്മുടെ കൺവീനർ സവിത, ഏറെ പ്രിയപ്പെട്ടവരെ, ഞാൻ മെഡിക്കോടൊക്കെ വരെ പോകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യം പെട്ടെന്ന് ഓർക്കുന്നത്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമാണ്. അക്കാര്യത്തിൽ കുടുംബത്തിലാണെന്നും അതിൽ പങ്കാളിയാകുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ചിങ്ങമാസം വിട പറഞ്ഞെങ്കിലും കന്നിമാസത്തിലും നമുക്ക് ഓണത്തിന്റെ അരയടികൾ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചുകൊണ്ട് സന്തോഷകരമായ കാര്യമാണ്. പല കാരണങ്ങൾ നമ്മുടെ ശാഖയിൽ വന്നുകൊണ്ടാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഓണം എന്ന് പറയുന്നത് ജാതിമത രാഷ്ട്രീയ വേലിക്കെട്ടുകൾക്കപ്പുറം നിന്നുകൊണ്ട് എല്ലാവരും ഒരേ ചിന്താഗതികളോടുകൂടി സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും സമത്വത്തിന്റെയും ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ഇവിടെ അമ്മമാരെ വീട്ടിൽ അവർക്കറിയാം, ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ അവിടെ കസേരകളിയോ ഒന്നും ആയിരുന്നില്ല. ഓണത്തിന്റെ പ്രധാന കളികൾ എന്ന് പറയുന്നത് തുമ്പതുള്ളല്, കൊടകൂത്ത്, അല്ലേ, ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അതിന്റെ ആ മനോഹരമായ ഈരടികൾ പാടിക്കൊണ്ടാണ് അവര് തുമ്പതുള്ളുകയും കൊടകൂത്തുകയും. കൊടകൂത്തെന്ന് പറഞ്ഞാൽ അവർ കൊച്ചുകുട്ടികൾക്ക് അറിയത്തില്ല. നമുക്കറിയാം, ഇവിടെ അലോമയ കുടത്തിനകത്ത് 2-3 കല്ലൊക്കെ പെറുക്കിയിട്ട് പെണ്ണുങ്ങൾ മുടിയൊക്കെ അടിച്ചിട്ട് വട്ടം ഒരു കാലെ ചാടിച്ചാടി മറിയുന്നതാണ്. അപ്പൊ അവര് തലകറങ്ങി വീഴാറാമ്പത്തിന് മറ്റുള്ളവർ പിടിക്കും, പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തെളിക്കും. തുമ്പതുള്ളലും അങ്ങനെയാണ്. തുമ്പപ്പൂ വരച്ച ഒരാളെ നമ്മൾ വട്ടയിരുത്തും, ചുറ്റോടും എല്ലാവരും ഓണപ്പാട്ടുകൾ പാടും. ചില തുമ്പപ്പൂവിന്റെ ഒരു മക്കടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് തലകറി വീഴുമ്പോൾ വെള്ളം കുറയും, ആർപ്പ് വിളിക്കും. ഇതല്ലേ അല്ലേ? കൊടകൂത്തിന്റെ പാട്ടറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ പാട്ടെന്താ? ഒന്നാനാം കൊച്ചൂട്ടി മലയിലും പല കണ്ടോരുണ്ടോ? ഞാൻ കണ്ടു പൂഞ്ചോലക്കാവിൽ വെച്ച് പൂ കച്ച കെട്ടി പൂമണ്ടം തോളത്തിട്ടു പെട്ടോലക്കാലി പെട്ടെന്നും പോയ നേരം കാണാനും കർമ്മമില്ല, കേൾക്കാനും വീതിയില്ല. ഇത് പാടി കഴിപ്പത് തുമ്പി തുള്ളപ്പോ തുമ്പി കളിയാക്കുകയാണ്. എന്താ തുമ്പി തുള്ളാത്തെ, എച്ചി തുമ്പി തുള്ളാത്തെ, കിണ്ണത്തിലെണ്ണ പകരാനോ കിണ്ടിയിലെണ്ണ തുളുമ്പാനോ, വാളുടെ കയ്യിലെ ശൂലമുണ്ടേ ഒട്ടകമുണ്ട് നിലപ്പതിപ്പാൻ, അച്ചാരമോ എന്റെ കൈക്ക് ബലം തരണേ. ഇത് പാടിക്കൊണ്ട് പിന്നെ തുമ്പിയെ കളിയാക്കിയാണ്. കുറെ കഴിയുമ്പോഴത്തേനാണ് തുമ്പിക്ക് ബോധക്കടക്ക് വരുന്നത്. പിന്നെ കുടകൂട്ടാണ്. അതെന്താ? ഒന്ന് പറ്റ നാത്തൂമാരെ മീൻ കളി കാണാൻ പോരുമ്പോ, മീൻ കളിച്ചു മറിഞ്ഞു വരുമ്പോൾ കേച്ച കയ്യിൽ പൂമാല, കൈകുഴയും കാൽക്കുഴയും കൈമേൽ കൂടെ കിടന്നാടും. ഇങ്ങനെയുള്ള മനോഹരമായ ഓണപ്പാട്ടുകളുണ്ട്. പണ്ട് നമുക്ക് അത്തക്കാലത്ത് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ വല്ലമൊക്കെ ആയിട്ട് പോയി പൂവേ വിളി പൂവേ എന്ന പാട്ട് പാടിക്കൊണ്ട് പ്രകൃതി നമുക്ക് വരദാനമായി നൽകിയ പുഷ്പങ്ങളൊക്കെ ശേഖരിച്ചായിരുന്നു നമ്മൾ പൂക്കളം തീർത്ത്. അതിനൊരു മനോഹാരിത ഉണ്ടായിരുന്നു. അതിന്റെ പ്രപഞ്ചം നമുക്ക് പൂക്കളം. ഇന്ന് നമ്മളെല്ലാം റെഡിമെയ്ഡ് പൂക്കൾ മേടിക്കുകയാണല്ലേ. നമ്മൾ ആ രീതിയിൽ വില കൊടുത്ത് പുഷ്പങ്ങൾ മേടിച്ച് നമ്മൾ ഇടുകയാണ്. എന്തായാലും ഓണം എന്ന് പറയുന്ന സന്തോഷത്തിന്റെ സൂചനമാണ്. നമുക്കറിയാം, ഒരു അസുര ചക്രവർത്തിയായിരുന്നു മാവേലിയെങ്കിൽ പോലും അദ്ദേഹം ഒരു മഹത്വമുള്ള മനുഷ്യരായിരുന്നു. രാമണീയമായ പ്രവൃത്തികളായിരുന്നു അല്ലേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ നാട്ടിൽ കള്ളവും കാപട്യമൊന്നും ഇല്ലാതെ എല്ലാവരും സൗഹാർദ്ദപരമായി കഴിയുന്ന ഒരു ഓണത്തെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. ആ ഒരു രാജ്യത്തെ പറ്റി ചിന്തിച്ചു. എല്ലാവരുടെയും സൗഭാഗ്യമായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്.
പക്ഷെ അദ്ദേഹം ഈ രീതിയിൽ പോയാൽ തന്റെ പദവി പോലും തനിക്ക് നഷ്ടപ്പെടുന്നുള്ള ദേവേന്ദ്രന്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതി, ഒരു അസൂയാണ് അവസാനം മഹാവിഷ്ണുവിനെ പോയി കാണുകയും ഒരു പരിഹാരം നടന്ന് പറയുകൊണ്ട് വാമനാവതാരം കൂട്ടുകൊണ്ട് അവസാനം ഭാവിയിൽ നിന്ന് 3 അടി മണ്ണ് ചോദിച്ചു. ആദ്യത്തെ 1 അടി അളന്നു, 2ാമത്തെ അടി അളന്നു, ആകാശവും ഭൂമിയും എല്ലാം അളന്നു കഴിഞ്ഞപ്പോൾ 3ാമത്തെ അടി അളക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാണ് വന്നത് അപ്പോഴാണ് മാവേലിക്ക് ബോധ്യപ്പെട്ടത് ഭഗവാന്റെ തൃക്കാല മോക്ഷം കിട്ടിയാൽ സ്വർഗം പ്രാപിക്കുന്ന ചിന്താതിയോടുകൊണ്ട് തന്റെ കിരീടം താഴെ വെച്ചുകൊണ്ട് ശിരസ് കുനിച്ചു കൊടുത്തുകൊണ്ട് തന്റെ ശിരസിലേക്ക് പാദം വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമായിരുന്നു 3ാമത്തെ അടി അളക്കാൻ വേണ്ടി. അതാണ് നമ്മൾ ഓണമായിട്ട് ഇപ്പോൾ ഒരാഗ്രഹമുള്ളായിരുന്നു, ആണ്ടിലൊരിക്കലും എന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണുവാൻ എനിക്കൊരു അവസരം തരണം. അങ്ങനെയാണ് പൊന്നിച്ചിങ്ങ മാസത്തിന്റെ തിരുവോണ നാളിൽ മാവേലി എഴുതേണ്ടാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അത് നമ്മൾ ഇന്ന് കൃത്യമായി ആഘോഷിച്ചു വരുന്നു. പഴയ ആചാരാനുഷ്ഠാനങ്ങൾ മാറിപ്പോയെങ്കിലും ഇന്ന് നൂതനമായ ശൈലിയിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൽ ഇന്നിവിടെ നിങ്ങളും അടിപൊളിയായിട്ട് നടത്തട്ടെ. ഇപ്പൊ എല്ലാം അടിപൊളി എന്നാണല്ലോ പറയുന്നത്, നടത്തട്ടെ. അതിന് നിങ്ങൾക്കറിയാം SNDP ശാഖയുടെ പേരുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി ഓണാംശങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ശ്രീനാരായണ. എറികാട് 63 നമ്പർ SNDP ശാഖയുടെ പോഷക സംഘടനയായ ഗുരുപ്രഭ കുടുംബ യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടത്താനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നെങ്കിലും പലർക്കും പല അസൗകര്യങ്ങൾ കാരണം പരിപാടി നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഞായറാഴ്ച ദിവസം രാവിലെ 10:30 മുതൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ആദ്യത്തെ ഇനം കസാരകളിയായിരുന്നു. മുതിർന്ന പുരുഷന്മാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം കസാരകളി മത്സരമാണ് നടന്നത്. ഏകദേശം 60ഓളം അംഗങ്ങളുള്ളതാണ് കുടുംബ യൂണിറ്റില്. അതിൽ ഏറെക്കുറെ 100-100ഓളം ആൾക്കാർ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും വൈകുന്നേരം വീണ്ടും ഒരു മീറ്റിങ്ങും അതിനുശേഷം ചെറിയ ലഘു കാപ്പിയും പിന്നീട് വടംവലിയൊക്കെ ആയിട്ടാണ് ഈ പരിപാടികൾ പര്യവസാനിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. കസാരകളി മത്സരത്തെ തുടർന്ന് നാരങ്ങ സ്പൂൺ മത്സരമാണ് നടന്നത്. പിന്നീട് മെഴുകുതിരി കത്തിച്ചോട്ടം, അതുപോലെ സൂചിയും നൂലും കോർക്കല്, കുട്ടികൾക്കുള്ള മിഠായി പെറുക്ക്, ഈ പരിപാടിയിൽ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്തതാണ്.
ആ പറഞ്ഞു കൊടുക്കരുത്.
പതിയെ കേട്ടോ താഴെയാ പോകും അവിടെ താഴെ കഴി ഇത് പതിയെ കേട്ടോ ഓടണ്ട കളികളെല്ലാം കഴിഞ്ഞ് ആൾക്കാർ വിശന്നിരുന്ന സമയത്താണ് ഭക്ഷണം വന്നത്. ഏറെക്കുറെ 10-16 കൂട്ടം കറികളൊക്കെ കൂട്ടി പായസമടക്കം വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയായിരുന്നു. കാഞ്ഞിരത്തുമൂടുള്ള സാറാസ് കേറ്ററിംഗുകാരാണ് ഭക്ഷണം കൊണ്ടുവന്നത്. നല്ല ഫുഡായിരുന്നു. കഴിച്ച എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. പായസമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ തയ്യാറാക്കിയത്. അതുകൊണ്ട് നല്ലൊരു ഓണസദ്യയും ഞങ്ങൾ ഒരുക്കിയിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ അവസാനത്തെ ഓണാഘോഷമാണ് നടന്നത്. പായസം എല്ലാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഏറെക്കുറെ 10-60ഓളം വീട്ടുകാർ ഒരുമിച്ച് കൂടുമെന്ന് പറയുമ്പം കുട്ടികളടക്കം എല്ലാവരും വളരെ രസകരമായിരുന്നു പരിപാടികളെല്ലാം. കുട്ടികളുടെ മിഠായി പെറുക്ക് പിള്ളേരെല്ലാം ശരിക്കും ആസ്വദിച്ചാണ് പിള്ളേർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. ഭക്ഷണത്തിന് ശേഷം മിഠായി പെറുക്ക്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല് എന്നിവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അവിടെ മേടിക്കാനാ നടന്നു പോർക്കണേ ആരും നിന്നോണ്ട് പോർക്കാൻ പാടില്ല നടന്നു പോർക്കണം അതിൽ കുറച്ച് കൊണ്ടുപോയി you.
ഇനിയും നടക്കാൻ പോകുന്നത് അതിവാശിയേറിയ വടംവലി മത്സരമാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വടംവലി മത്സരമാണ്. അതിൽ സ്ത്രീകളുടെ ഒരു സൈഡിൽ 18 പേരോളം വന്നു. അത് കാരണം പുരുഷന്മാർ മത്സരത്തിൽ പരാജയപ്പെട്ടു. എന്നാൽ അവർ പറയുന്നത് അവർക്ക് വലിക്കാൻ റെഡിയായപ്പോൾ തന്നെ സ്ത്രീകൾ വടം വലിച്ചെന്നാണ്. അതുകൊണ്ടാണ് അവർ ജയിച്ചെന്നാണ് പറയുന്നത്. തോറ്റുകൊടുക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. എങ്കിലും 2 വലിയിലും വനിതകൾ ജയിച്ചുകൊണ്ട് അവരെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചു. റെഡിയാണോ? റെഡി? ആ, ഓക്കെ ഓക്കെ, കൊടുക്കോ. പതിനെട്ടോ ഇതോ? റെഡിയാണോ? റെഡിയാണോ? ആ, Wow.